Hello students, welcome to the class of machine learning. So നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണൽ ഫണ്ടമെൻ്റൽസ് ഫോർ മെഷീൻ ലേണിംഗ് ആണ്. അതിൽ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് CST294 ആണ്. അപ്പോൾ നമ്മുടെ ഇതിൽ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. അതുകൂടാതെ സെക്കൻഡ് മോഡ്യൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫസ്റ്റ് മോഡ്യൂൾ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. ഫസ്റ്റ് മോഡ്യൂൾ ഫുൾ വീഡിയോസ് ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ സെക്കൻഡ് മോഡ്യൂൾ ഏകദേശം തീരാറായി. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് LU ഡീകമ്പോസിഷൻ ആണ്. ഈ LU ഡീകമ്പോസിഷനകത്ത് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷനും അതിൻ്റെ കൂടെ നമുക്ക് ഒരു 3 പ്രോബ്ലംസും കൂടി ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ LU ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഒരു നോൺ സിംഗുലർ സ്ക്വയർ മെട്രിക്സ്. നോൺ സിംഗുലർ മീൻസ് എന്താണ് കണ്ടീഷൻ? നോൺ സിംഗുലർ മീൻസ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് ഷുഡ് ബി നോട്ട് ഈക്വൽ ടു 0. അതാണ് കണ്ടീഷൻ. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് ദ മെട്രിക്സ് ഷുഡ് ബി നോട്ട് ഈക്വൽ ടു 0. ഇനി അതിൽ നമ്മൾ എടുക്കേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് A ഈക്വൽ ടു L ഇൻറ്റു U. അപ്പോൾ L എന്താണ്? അപ്പോൾ L എന്ന് പറയുന്നത് ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്. U മീൻസ് ദ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ്. അപ്പോൾ വി ഹാവ് ടു ബ്രിങ് 2 മെട്രിക്സ്. A എന്ന മെട്രിക്സിനെ നമ്മൾ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഒരെണ്ണം ലോവർ ട്രയാങ്കുലാർ മെട്രിക്സും മറ്റൊന്ന് അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സുമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിനകത്ത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട മെട്രിക്സ്, അതായത് ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഡയഗണൽ എൻട്രീസിൻ്റെ എലമെൻറ്റ്സ്, അതായത് ഡയഗണൽ എലമെൻറ്റ്സ് ഷുഡ് ബി നോട്ട് ഈക്വൽ ടു 0. ഈ ഡയഗണൽ എൻട്രീസ് ഷുഡ് ബി നോട്ട് ഈക്വൽ ടു 0 ആൻഡ് എബവ് ദ ഡയഗണൽ എൻട്രീസ് ഷുഡ് ബി 0. ഡയഗണൽ എൻട്രീസ് ഇതിന് മുകളിലുള്ളത് എല്ലാം 0 ആയിരിക്കണം. എബവ് ദ ഡയഗണൽ എൻട്രീസ് ദ എലമെൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അങ്ങനത്തെ ഒരു മെട്രിക്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്. അതുപോലെ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സിനെ നമുക്ക് U എന്ന് ഡിനോട്ട് ചെയ്യുമ്പോൾ ഇതിൽ നമ്മൾ ഇവിടെയും ഡയഗണൽ എൻട്രീസ് ഷുഡ് ബി നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ദ എൻട്രീസ് ബിലോ ദ ഡയഗണൽ എൻട്രീസ് ഷുഡ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം. സോ വി ഹാവ് ടു ബ്രിങ് 2 മെട്രിക്സസ്, one in the form of upper triangular matrix and another one is lower triangular matrix. അപ്പോൾ നമ്മളിവിടെ 2 സ്റ്റെപ്പ് കാൽക്കുലേഷൻ ചെയ്യണം. നമ്മൾക്ക് ഒരു മെട്രിക്സ് ആയിരിക്കും തരുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും: ഫൈൻഡ് ദ LU ഡീകമ്പോസിഷൻ ഓഫ് ദ നോൺ സിംഗുലർ മെട്രിക്സ്. നമുക്ക് നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം, സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ ഇതിൽ ഡയഗണൽ എലമെൻറ്റ്സ് അറ്റ് ഈച്ച് സ്റ്റേജ് ഷുഡ് ബി നോൺ സീറോ. ടു ഫൈൻഡ് L ആൻഡ് U, നമുക്ക് Lഉം Uവും കണ്ടെത്താൻ വി യൂസ് എലിമെൻ്ററി റോ അഡീഷൻ ട്രാൻസ്ഫർമേഷൻ ടു കൺവേർട്ട് A ഇൻറ്റു ആൻ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ്. അപ്പോൾ ഗിവൺ A മെട്രിക്സ് നമ്മൾ എടുത്തിട്ട് അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് A മെട്രിക്സ് എടുത്തതിന് ശേഷം എലിമെൻ്ററി റോ ട്രാൻസ്ഫർമേഷൻസ് നമ്മൾ ഇട്ട് കൊടുക്കണം. R2 മൈനസ് R1, R3 മൈനസ് R1, അങ്ങനെ ഓരോ കാൽക്കുലേഷൻസ് കൊടുത്തു കഴിയുമ്പോൾ ലീഡിങ് എൻട്രി, ഡയഗണൽ എൻട്രീസിന് താഴത്തെ എൻട്രീസ് എല്ലാം 0 ആണ് എന്ന രീതിയിൽ കൊണ്ടുവരിക. അതിനുശേഷം നമുക്ക് എന്താണ് ആ മെട്രിക്സിനെ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതുപോലെ ഇനി ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് നമുക്ക് കണ്ടെത്തണം എങ്കിൽ ആദ്യം ഈ തന്നിരിക്കുന്ന സ്ക്വയർ മെട്രിക്സ് പോലെ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് കൺസിഡർ ചെയ്യും. ഈ മെട്രിക്സിൻ്റെ ഓർഡർ സപ്പോസ് 3/3 ആണെങ്കിൽ അതുപോലെ ഒരു 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് കൺസിഡർ ചെയ്തിട്ട് ഇവിടെ നമ്മൾ കൊടുത്ത ഓപ്പറേഷൻസ് എന്തൊക്കെയാണോ അതിനെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻസ് എടുക്കണം. അതായത് സപ്പോസ് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് R1 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R1 മൈനസ് R2 ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ R2 എന്ന് എടുക്കാം. R1 നമ്മൾ കാൽക്കുലേഷൻ കൊടുക്കാറില്ല. R2 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R2 മൈനസ് R1 ആണെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ R2 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R2 പ്ലസ് R1 എന്ന കാൽക്കുലേഷൻ ഇവിടെ കൊടുക്കണം. നമ്മൾ ഇവിടെ കൊടുത്ത കാൽക്കുലേഷൻസ്, വാട്ട് എവർ കാൽക്കുലേഷൻസ് വി ആർ ഗിവിംഗ് ടു ഫൈൻഡ് ഔട്ട് ദ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ്, ദോസ് കാൽക്കുലേഷൻസ്, ആ കാൽക്കുലേഷൻസിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ടു റിവേഴ്സ് I
അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സിന് നമ്മൾ ഇതെല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് L ആയിരിക്കും. അറ്റ് ലാസ്റ്റ് വി ക്യാൻ റൈറ്റ് ദാറ്റ് എ ഇസ് പാർട്ടിഷൻഡ് ഇൻ ടു 2 സബ് മെട്രിസസ്, ദാറ്റ് ഇസ് വൺ ഇസ് ഇൻ ദ ഫോം ഓഫ് L ആൻഡ് അനദർ വൺ ഇസ് ഇൻ ദ ഫോം ഓഫ് U എന്ന് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നു. അപ്പോൾ ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് ഒരു ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3x3 മെട്രിക്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ 3x3 മെട്രിക്സിൻ്റെ LU ഡീകമ്പോസിഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. സോ ഫൈൻഡ് LU ഡീകമ്പോസിഷൻ ടു A ഓഫ് 1 1 1 1 4 4 1 4 8 ആയിരിക്കും ഫസ്റ്റ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ മെട്രിക്സിന് ഞാൻ എടുക്കുവാണ്. ലെറ്റ് A ഈക്വൽ ടു മെട്രിക്സ് 1 1 1 1 4 4 1 4 8 ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുവാണ്. അപ്പോൾ ഈ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, അതായത് നമുക്ക് ഫസ്റ്റ് റോ ഫിക്സ് ചെയ്യാം. ഫസ്റ്റ് റോ ഫിക്സ് ചെയ്താൽ ആസ് യൂഷ്വൽ എപ്പോഴും പോലെ തന്നെ ഫസ്റ്റ് റോ ഫിക്സ് ചെയ്യുക. അപ്പോൾ അതേപോലെ ഫസ്റ്റ് റോ എഴുതുക. സെക്കൻഡ് റോയിൽ ലീഡിങ് എൻട്രി 1, അതിന് താഴെ നമുക്ക് എത്ര സീറോസ് വരണം? 2 സീറോസ് വരണം. അപ്പോൾ നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ കൊടുക്കുവാണ്. സോ R2 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R2 മൈനസ് R1 ആൻഡ് R3 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R3 മൈനസ് R1. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ 0 3 3 ആൻഡ് ഇവിടെ ആൻസർ 1 മൈനസ് 1 0 4 മൈനസ് 1 3 ആൻഡ് 7 ഇങ്ങനെ നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് റോ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് റോ വിട്ടേക്കണം. അപ്പോൾ സെക്കൻഡ് റോ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും അതേപോലെ എഴുതുക. 0 3 3 ആസ് യൂഷ്വൽ എഴുതുക. അപ്പോൾ തേർഡ് റോയ്ക്ക് മാത്രം കാൽക്കുലേഷൻ. R3 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R3 മൈനസ് R2 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 0 3 മൈനസ് 3 0 7 മൈനസ് 3 4 എന്ന കാൽക്കുലേഷൻ വരുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ കാൽക്കുലേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു മെട്രിക്സ് നമുക്ക് തരുമ്പോൾ ഇത് എന്താണ്? ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ഇറ്റ് ഈസ് 3x3. ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3x3. ആ മെട്രിക്സിൽ ഫസ്റ്റ് ഗോസ് എലിമിനേഷൻ മെത്തേഡിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? ഫസ്റ്റ് റോ ഫിക്സ് ചെയ്യുക. താഴെ എത്ര കാൽക്കുലേഷൻ ഉണ്ട്? 2 കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ 2 കാൽക്കുലേഷൻ ആകുമ്പോൾ R2നും R3ക്കും കാൽക്കുലേഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ R2 കാൽക്കുലേഷൻ എന്താണ്? R2 മൈനസ് R1. R3 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R3 മൈനസ് R1. അങ്ങനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ആൻസർ കിട്ടുന്നുണ്ട്. അതിനുശേഷം ഫസ്റ്റ് റോ വിട്ടേക്കണം. ഫിക്സ് ദ സെക്കൻഡ് റോ. സെക്കൻഡ് റോ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ തേർഡ് റോയ്ക്ക് ഒരു കാൽക്കുലേഷൻ മാത്രം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് ഡയഗണൽ എൻട്രീസ് എല്ലാം നോൺ സീറോ ആണോ? നോക്കിക്കേ, ഡയഗണൽ എൻട്രീസ് എല്ലാം നോൺ സീറോ. അതിന് താഴത്തെ എൻട്രീസ് എല്ലാം എന്താണ്? 0 ആണ്. അപ്പോൾ ഈ മെട്രിക്സ് എന്താണ്? ദിസ് ക്യാൻ ബി ടേക്കൺ ആസ് ദ അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് U എന്ന് അസ്യൂം ചെയ്യാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഈ കാൽക്കുലേഷൻസ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ 3 കാൽക്കുലേഷൻസിന് ഇൻവേഴ്സ് ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മളിവിടെ ചെയ്തത് എന്താ? അതായത് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലോട്ട് എത്തുമ്പോൾ നമ്മൾ 2 കാൽക്കുലേഷൻസ് കൊടുക്കുവാണ്. സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് തേർഡ് സ്റ്റെപ്പിലോട്ട് എത്തിയപ്പോൾ നമ്മൾ ഒരു കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. ബട്ട് അടുത്ത സ്റ്റേജ്, അടുത്ത കാൽക്കുലേഷൻ, അതായത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു കൺസിഡർ an identity matrix. അപ്പോൾ കൺസിഡർ ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്തായിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? നമ്മുടെ എ മെട്രിക്സ് എന്താണോ അതുപോലത്തെ ഐഡൻറ്റിറ്റി മെട്രിക്സ്. സോ അതുപോലെ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? I3. ദാറ്റ് ഇസ് ഈക്വൽ ടു 1 0 0 0 1 0 0 0 1. ഇത് നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷം ഈ മെട്രിക്സിൽ നമ്മൾ എന്താണ്? ഇനി നമ്മൾ ഈ ഇൻവേഴ്സ് കാൽക്കുലേഷൻസ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ താഴേന്ന് മുകളിലോട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതായത് ഫ്രം ദ ടോപ്പ് ടു ബോട്ടം അല്ല, ഫ്രം ദ ബോട്ടം ടു ടോപ്പ് നമുക്ക് കാൽക്കുലേഷൻ ഓരോന്നായിട്ട് കൊടുക്കണം. റിവേഴ്സ് കാൽക്കുലേഷൻ ആണ്. അതാണ് ആ സെൻറ്റൻസ് അവിടെ കൊടുത്തിരിക്കുന്നത് ക്ലിയർ ആയിട്ട്. വി യൂസ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ടു റിവേഴ്സ് ഓർഡർ. റിവേഴ്സ് ഓർഡറിൽ നമ്മൾ കൊടുക്കുന്നു ടു വിച്ച് മെട്രിക്സ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് ടു ഗെറ്റ് ദ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്. അപ്പോൾ അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. സോ അക്കോർഡിംഗ് ടു ദാറ്റ് നമ്മളിവിടെ കൊടുക്കുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, സി the inverse transformation of R3 is, first of all നമ്മൾ കൊടുത്തത് ഏതാണ്?
from the bottom calculation, R3 is replaced with R3 is replaced with R3 minus R2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് R3 plus R2. ഇനി താഴേന്ന് മുകളിലോട്ട് അടുത്ത ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്താണ്? R3 minus R1. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് R3 is replaced with R3 plus R1. ഇനി അതുപോലെ ഫസ്റ്റ് നമ്മുടെ R2 is replaced with R2 minus R1. അപ്പോൾ അതിൻ്റെ R2 is replaced with R2 plus R1. സോ ഇതെല്ലാം കൂടി നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നു? ഇൻ ദ ഐഡൻറ്റിറ്റി മെട്രിക്സ് I3യിൽ ഫസ്റ്റ് നമുക്ക് കൊടുക്കാം R3 is replaced with R3 plus R2 എന്ന് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് റോ അതേപോലെ എഴുതാമല്ലോ. ഫസ്റ്റ് റോ അതേപോലെ എഴുതുക. സെക്കൻഡ് റോയും നമ്മൾ അതേപോലെ എഴുതുന്നു. ബട്ട് നമ്മൾ കാൽക്കുലേഷൻ ആർക്കാണ് കൊടുക്കുന്നത്? R3ക്ക്. R3 is replaced with R3 plus R2. അപ്പോൾ 0 plus 0 0 1 1 എന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത കാൽക്കുലേഷൻ എന്താണ്? R3 is replaced with R3 plus R1. അപ്പോൾ ഫസ്റ്റ് റോ അതേപോലെ എഴുതുക. സെക്കൻഡ് റോയും അതേപോലെ തന്നെ എഴുതുക. അപ്പോൾ തേർഡ് റോയ്ക്ക് എന്താണ് കാൽക്കുലേഷൻ? R3 plus R1. സോ വാട്ട് ഇസ് ദ ആൻസർ? 0 plus 1 1 1 plus 0 1 1 plus 0 1 എന്ന് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത കാൽക്കുലേഷൻ ഏതാണ്? ലാസ്റ്റ് കാൽക്കുലേഷൻ R2 is replaced with R2 plus R1. സോ നമ്മൾ കൊടുക്കേണ്ട കാൽക്കുലേഷൻ ഇവിടെ R2 is replaced with R2 plus R1. അപ്പോൾ ഫസ്റ്റ് റോ അതേപോലെ തന്നെ എഴുതാമല്ലോ. ഫസ്റ്റ് റോ എന്താണ്? 1 0 0. Second row R2 is replaced with R2 plus R1. So R1 is this one. R2 എന്താണ്? ഇത് R1. R2 is 0 1 0. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺ ആഡിങ് what do you get? 1 1 0. സോ ഇവിടെ നമ്മുടെ ആൻസർ 1 1 0. തേർഡ് റോ 1 1 1. നമുക്ക് അതേപോലെ എഴുതുന്നു. ഇനി ഇതിൽ നമുക്ക് ഇനി കാൽക്കുലേഷൻ ഉണ്ടോ എന്ന് നോക്കിക്കേ. റിമൈനിങ് ഞാൻ ഒന്നുകൂടി പഴയ മെട്രിക്സ് കാണിക്കാം. ഇതിൽ നമ്മൾ ആകെ 3 കാൽക്കുലേഷനും എടുത്തിട്ടുള്ളൂ. സോ നമുക്ക് 3 ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻസ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് 3 കാൽക്കുലേഷനാണ് നമുക്ക് വരുന്നത്. സോ ഇനി നമുക്ക് കാൽക്കുലേഷൻ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. വി ക്യാൻ സ്റ്റോപ്പ് ദ കാൽക്കുലേഷൻ ഹിയർ ഇറ്റ്സെൽഫ് ആൻഡ് ദിസ് ഇസ് കൺസിഡേർഡ് ആസ് ദ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. സോ therefore we can say that A is equal to L into U. A equal to L into U. So L is equal to, what is the matrix? 1 0 0 1 1 0 1 1 1 into U matrix. What is U matrix? നമ്മുടെ U matrix എന്താണ്? 1 1 1 0 3 3 0 0 4 is the required answer. നമുക്ക് ഇവിടെ A matrix equal to L matrix into U matrix എന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. Now the second question, find the LU decomposition of a matrix. അതായത് it is a 4 by 4 matrix ആണ്. We have to solve the find the LU decomposition. That means we have to calculate the lower triangular matrix and the upper triangular matrix. So first of all we shall consider the matrix. So ഇതിൽ first row fix ചെയ്യുക. താഴെ എത്ര calculations വരുന്നുണ്ട്? അതായത് R2 R3 R4 3 calculations നമുക്ക് വേണം. അത് ഏതൊക്കെയാണ്? ദാ നോക്കിക്കേ. R2 is replaced with R2 plus R1. അതുകൊണ്ട് കാരണം -3 + 3 ആവുമ്പോൾ 0. ഇനി ഇവിടെ 0 വരണമെങ്കിൽ 6 ആയിരിക്കണം. 6 കൊണ്ടായിരിക്കണം സബ്ട്രാക്ട് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു R1 ആവുമ്പോൾ. So R3 is replaced with R3 minus 2R1 and R4 is replaced with R4 plus 3R1 എന്നിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വരുന്ന ആൻസർ എന്താ? 3 minus 3 plus 3 ആഡ് ചെയ്യുമ്പോൾ 0 -5 plus 2 -2 1 minus 2 -1 0 plus 2 2 വരുന്നുണ്ട്. ഇനി ഈ അടുത്ത കാൽക്കുലേഷൻ 2 കൊണ്ട് ഫസ്റ്റ് റോ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 6 minus 6 0 -4 plus 14 ആയിരിക്കും വരുന്നത്. സി വേണമെങ്കിൽ ഞാൻ വർക്കൗട്ട് ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് റോ നമുക്ക് വരുന്നത് 2 കൊണ്ട് നമ്മൾ സബ്ട്രാക്ട്, അതായത് R3 minus 2R1. വാട്ട് ഇസ് R3? R3 is 6 minus 4 0 5 and 2R1 is 6 minus 14 minus 4 plus 4. So on subtracting the value, minus plus plus minus. So 0 10 plus 4 plus 1.
see here 0 10 sorry ഇവിടെ നമുക്ക് on adding ആണ് subtracting -5 -4 so it is -9 ഇവിടെ so -9 വരുന്നുണ്ട് ഇനി അതുപോലെ അടുത്ത കാൽക്കുലേഷൻ അതായത് R4ന്റെ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യണം അപ്പോൾ R4 കാൽക്കുലേഷൻ ആവുമ്പോൾ R4 is -9 5 -5 12 ആണ് വരുന്നത് and also with respect to 3 into R1 3R1 എന്ന് പറയുമ്പോൾ ആഡിങ് ആണ് on adding so ഇവിടെ നമുക്ക് 9 -21 -6 plus 6 so on adding the answer is 0 -16 -11 plus 18 so -16 -11 plus 18 നമുക്കിവിടെ വരുന്നുണ്ട് ഇനി അടുത്ത വാല്യൂ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേഷൻ കഴിഞ്ഞു ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് ഇവിടെ നമുക്ക് സെക്കൻഡ് റോ ഫിക്സ് ചെയ്യുക സോ ലീവ് ദ ഫസ്റ്റ് റോ അതേപോലെ എഴുതുക സെക്കൻഡ് റോ ഫിക്സ് ചെയ്താൽ താഴെ നമുക്ക് എത്ര കാൽക്കുലേഷൻ വേണ്ടി വരും 2 കാൽക്കുലേഷൻ ആണ് വേണ്ടത് അതായത് നമ്മുടെ ലീഡിങ് എൻട്രി ഇനി ഇവിടെയാണ് -2 ആണ് ലീഡിങ് എൻട്രി അതിന് താഴെ എത്ര സീറോസ് വരണം 2 സീറോസ് നമ്മൾ കൊണ്ടുവരണം സോ ഫസ്റ്റ് ലീഡിങ് എൻട്രി ഈസ് 3 അതിന് താഴെ 3 സീറോസ് കൊണ്ടുവന്നു കഴിഞ്ഞു ഇനി സെക്കൻഡ് ലീഡിങ് എൻട്രി എന്ന് പറയുന്നത് സെക്കൻഡ് റോയിലെ ലീഡിങ് എൻട്രി -2 ആണ് അതിന് താഴെ നമ്മൾ 2 സീറോസ് ആണ് കൊണ്ടുവരേണ്ടത് അപ്പോൾ സെക്കൻഡ് റോയ്ക്കുള്ള കാൽക്കുലേഷൻ R3 is replaced with R3 plus 5R2 and R4 is replaced with R4 minus minus 8R2 നമുക്ക് ഇവിടെ ആ കാൽക്കുലേഷൻ ആണ് വേണ്ടത് R4 minus 8R2 അപ്പോൾ നമ്മുടെ R3 കാൽക്കുലേഷൻ നമുക്കിവിടെ എന്താണ് വരുന്നത് R3 calculation is 0 10 4 minus 9 and 5R2 5 into R2 ആകുമ്പോൾ 0 minus 10 minus 5 plus 10 so on adding നമുക്ക് answer 0 0 minus 1 and 1 അതാണ് ആൻസർ സോ ഇവിടുത്തെ ആൻസർ 0 0 minus 1 1 now next calculation R4ന്റെ കാൽക്കുലേഷൻ ആണ് R4 നമുക്ക് എന്താണ് ഇവിടെ R4 കാൽക്കുലേഷൻ R4 എന്ന് പറയുമ്പോൾ 0 minus 16 minus 11 18 and 8R2 ആണ് നമുക്ക് വേണ്ടത് so 0 minus 16 and minus 8 here plus 16 now we have to subtract 0 minus so ഇവിടെ plus minus so 0 0 minus 2 sorry minus 2 അല്ല minus 3 plus 2 so the answer is 0 0 minus 3 plus 2 ആണ് നമ്മളിവിടെ കൊടുക്കുന്ന കാൽക്കുലേഷൻ ഇനി നമുക്ക് വേണ്ടത് ഇപ്പോൾ ഫസ്റ്റ് റോ ഫിക്സ് ചെയ്തു താഴെ 2 കാൽക്കുലേഷൻ കൊടുത്തു സെക്കൻഡ് റോ ഫിക്സ് ചെയ്തപ്പോൾ താഴെ 2 കാൽക്കുലേഷൻസ് വന്നു ഫസ്റ്റ് റോ ഫിക്സ് ചെയ്തപ്പോൾ 3 കാൽക്കുലേഷൻ സെക്കൻഡ് റോ ഫിക്സ് ചെയ്തപ്പോൾ 2 കാൽക്കുലേഷൻ ഇനി നമുക്ക് അടുത്ത കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ തന്നെ എഴുതാം അതായത് 3 minus 7 minus 2 2 അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇനി നമ്മൾ തേർഡ് റോയാണ് ഫിക്സ് ചെയ്യേണ്ടത് അപ്പോൾ തേർഡ് റോ ഫിക്സ് ചെയ്യുമ്പോൾ താഴെ ഒരേ ഒരു കാൽക്കുലേഷൻ മാത്രമാണ് ബാക്കി വരുന്നത് 0 minus 2 minus 1 2 തേർഡ് റോ അതേപോലെ എഴുതുവാണ് 0 0 minus 1 1 ഇനി നമുക്ക് R4ന്റെ കാൽക്കുലേഷൻ ആണ് R4 minus 3R2 ആണ് നമുക്ക് കൊടുക്കേണ്ട കാൽക്കുലേഷൻ സോ R4 നമുക്ക് എന്താണ് വാട്ട് ഈസ് R4 ഹിയർ R4 എന്ന് പറയുമ്പോൾ 0 0 minus 3 2 ആണ് 3R3 ആണ് ഇവിടെ 3R3 ആവുമ്പോൾ നമുക്ക് 0 0 minus 3 3 നമുക്ക് സബ്ട്രാക്ഷൻ ആണ് സോ സബ്സ്ട്രാക്റ്റിംഗ് മൈനസ് മൈനസ് ഇവിടെ പ്ലസ് മൈനസ് സോ 0 0 0 minus 1 so the answer is 0 0
0 minus 1 is the answer. അങ്ങനെ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കാൽക്കുലേഷൻ ഉണ്ടോ? ഇല്ല. കാരണം ഫസ്റ്റ് റോ ഫിക്സ് ചെയ്തപ്പോൾ 3 കാൽക്കുലേഷൻ കൊടുത്തു കഴിഞ്ഞു, സെക്കൻഡ് റോ ഫിക്സ് ചെയ്തപ്പോൾ താഴെ 2 കാൽക്കുലേഷൻസ് ആയി, അതുപോലെ തേർഡ് റോ ഫിക്സ് ചെയ്തപ്പോൾ താഴെ 1 കാൽക്കുലേഷൻ. അപ്പോൾ ഡയഗണൽ എൻട്രീസ് എല്ലാം നോൺ സീറോ, അതിന് താഴെ വരുന്ന എൻട്രീസ് എല്ലാം 0. സോ therefore this matrix is called as the what matrix? U. So this is the upper triangular matrix. ഇനി നമ്മുടെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. സോ നമുക്കിവിടെ എത്ര കാൽക്കുലേഷൻസ് ഉണ്ട്? 3, 2, 5 + 1 6 കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 6 സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഫസ്റ്റ് നമുക്ക് ഇൻ ദ റിവേഴ്സ് ഓർഡർ ആണ് പോവേണ്ടത്. സോ R4 is replaced with R4 minus 3R3 is the calculation. So ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്താണ്? R4 is replaced with R4 plus 3R3 ആണ് കാൽക്കുലേഷൻ. 3R3. നെക്സ്റ്റ് വൺ നമ്മുടെ അടുത്ത കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, അതായത് R4, അടുത്തത് നമുക്ക് ഇതെടുക്കാം. സോ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷനിൽ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ഈ ഒരു കാൽക്കുലേഷനാണ്. അപ്പോൾ R4 is replaced with R4 minus 8R2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ R4 is replaced with R4 plus 8R2 ആൻഡ് ഇനി ഈ കാൽക്കുലേഷൻ എടുക്കാം. അപ്പോൾ R3 is replaced with R3 plus 5R2 എന്നത് എങ്ങനെ എഴുതാം? R3 is replaced with R3 minus 5R2. പിന്നെ നമുക്ക് ഇനി അടുത്ത് ഈ കാൽക്കുലേഷൻ എടുക്കാം. സോ R4 is replaced with R4 plus 3R1. That means you can write it as R4 is replaced with R4 minus 3R1. Next one is R3. R3യുടെ കാൽക്കുലേഷൻ ഇതാണ്. R3 is replaced with R3 minus 2R1 is R3 is replaced with R3 plus 2R1. Next last calculation, last ഒരു കാൽക്കുലേഷൻ കൂടി വരുന്നുണ്ട്. R2 is replaced with R2 plus R1 is R2 is replaced with R2 minus R1. ഇത്രയും സ്റ്റെപ്പായിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം. ഓരോന്നും നമ്മൾ ഇൻവേഴ്സ് ഓർഡർ. അപ്പോൾ സ്റ്റാർട്ടിങ് ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. റിവേഴ്സ് ഓർഡറിലാണ് നമ്മൾ എടുക്കേണ്ട കാൽക്കുലേഷൻ. സോ ലെറ്റ് us consider for that the identity matrix. So since it is a 4x4 square matrix, we consider an identity matrix of order 4. നമ്മളൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് കാൽക്കുലേഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്? നമ്മളിവിടെ എടുക്കുന്ന ഫസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് R4 is replaced with R4 plus 3R3. അപ്പോൾ ഫസ്റ്റ് റോ അതേപോലെ എഴുതുക, സെക്കൻഡ് റോ അതേപടി എഴുതുക, തേർഡ് റോ അതേപടി എഴുതുക. നമ്മുടെ ഫോർത്ത് റോ മാത്രം ചേഞ്ച് വരുന്നുണ്ട്. R4 plus 3R3 എന്ന് പറയുമ്പോൾ 0 0 3 1 എന്നാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത കാൽക്കുലേഷൻ എന്താണ് എന്ന് നോക്കാം. വാട്ട് ഇസ് ദ നെക്സ്റ്റ് കാൽക്കുലേഷൻ വി ആർ കൺസിഡറിങ് ഹിയർ? സോ നമ്മൾ ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത കാൽക്കുലേഷൻ ഇതാണ്. R4 is replaced with R4 plus 8R2. So next calculation is R4 is replaced with R4 plus 8R2 ആണ്. R4 with respect to R2. അപ്പോൾ ഫസ്റ്റ് റോ അതേപോലെ എഴുതുക, സെക്കൻഡ് റോ അതേപോലെ എഴുതുക, തേർഡ് റോ അതും അതേപോലെ എഴുതണം. അതിനുശേഷം R4 plus 8 into R2 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 0 plus 0 ഇവിടെ എന്തായിരിക്കും വരുന്നത്? 0 into 8, 0 plus 8. അപ്പോൾ ഇവിടെ 8, 3 plus 0 3, 1 plus 0 1. ഇതായിരിക്കും നമുക്ക് വരുന്ന ആൻസർ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് കാൽക്കുലേഷൻ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് കാൽക്കുലേഷൻ എന്താണ് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത കാൽക്കുലേഷൻ എന്താണ്? R3 minus 5R2. So next calculation, R3 is replaced with R3 minus 5R2 is the calculation. So first row അതേപോലെ എഴുതാം, 0 0, സെക്കൻഡ് റോ 0 1 0 0 എഴുതി, തേർഡ് റോ R3 minus 5R2 ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ 0
ഇവിടെ -0 -5 ആണ്, -5 1 0 ആണ് വരുന്നത്. ഫോർത്ത് റോ അതേപോലെ 0 8 3 1 we are getting here. Now the next calculation is we are considering here the next step. 3 സ്റ്റെപ്പ് കാൽക്കുലേഷൻ നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത കാൽക്കുലേഷൻ എന്താണ് എന്ന് നോക്കാം. അടുത്തത് R4 - 3R1. So R4 is replaced with R4 - 3R1 is the next calculation. So we consider the matrix R4 is replaced with R4 - 3R1. So first row അതേപോലെ എഴുതുക 0 0 0 1 0 0. third row അതേപോലെ എഴുതുക 0 -5 1 0. fourth റോയ്ക്കാണ് R4 - 3 into R1. So 0 -3 ആകുമ്പോൾ -3 8 3 1 ആയിരിക്കും വരുന്ന ആൻസർ. ഇനി നമുക്ക് അടുത്ത കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളിപ്പോൾ എടുത്തത് ഏതാണ്? ഇതാണ് ചെയ്തത്. ഇനി നമുക്ക് R3 is replaced with R3 plus 2R1. So the next calculation is R3 is replaced with R3 plus 2R1. So 1 0 0 0. second row 0 1 0 0. R3 plus 2R1 ആണ് നമ്മൾ ചെയ്യേണ്ടത്. So 2 plus 0 plus 2, that is 2 -5 1 0 and -3. fourth row അതേപോലെ എഴുതുക -3 8 3 1. Now the next calculation. So next calculation എന്താണ്? നമ്മുടെ കാൽക്കുലേഷൻ നമ്മളിപ്പോൾ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്? 5 കാൽക്കുലേഷൻസ് ചെയ്തിട്ടുണ്ട്. The next calculation is the last one. R2 is replaced with R2 minus R1. So R2 minus R1. R2 is replaced with R2 minus R1. So first row 0 1 0 0. second row R2 minus R1. അപ്പോൾ -1 1 0 0. -1 1 0 0. 2 -5 1 0. -3 8 3 1. So this is the calculation. So ഇനി നമുക്ക് calculations ഉണ്ടോ നോക്കിക്കേ. Totally we are having 1 2 3 4 5 6 calculations. So we have also done the 6 calculations here. This matrix is called as the lower triangular matrix because the entries above the diagonal elements are 0. So lower entries below the diagonal entries are non-zero. It is lower triangular matrix. Therefore A matrix is equal to L into U, which is equal to L matrix is 1 0 0 0 -1 1 0 0 2 -5 1 0 -3 8 3 1 into the U matrix. U matrix എന്താണ്? See here, the U matrix is 3 -7 -2 2 3 -7 -2 2 0 -2 -1 2 0 0 -1 1 0 0 0 -1 is the required answer. അപ്പോൾ നമ്മൾ ചെയ്ത കാൽക്കുലേഷൻ കറക്റ്റാണ് എന്നറിയണമെങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. അതായത് ഈ രണ്ട് ടേബിൾ, അതായത് ഈ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. യു ക്യാൻ മൾട്ടിപ്ലൈ ദീസ് ടു മെട്രിക്സസ് so that you should get the original matrix. If you get the original matrix, your answer is correct. Now the third question, find the LU decomposition of a 3x3 matrix. So first of all, as usual, അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് റോ ഫിക്സ് ചെയ്യുക. താഴെ രണ്ട് കാൽക്കുലേഷൻസ്, അത് ഏതൊക്കെയാണ്? R2 is replaced with R2 minus 2R1 and R3ക്കാണ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഇവിടെ 3 ഉണ്ട്. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് 3 into R3 minus 2R1 എന്നാണ് കൊടുക്കാറുള്ളത്. ബട്ട് ഹിയർ R3 ആയിട്ട് തന്നെ വയ്ക്കുക, അതിലൊരു കാൽക്കുലേഷനും കൊടുക്കരുത്. സോ പകരം ഇവിടെ, കാരണം ഇവിടെ
2 3 വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 3യും ഈ തേർഡ് റോയിൽ നമ്മളൊരു 2 മൾട്ടിപ്ലൈ ചെയ്യണം, എങ്കിൽ മാത്രമേ ആൻസർ 0 കിട്ടത്തുള്ളൂ. ഇഫ് നോട്ട് പോസിബിൾ നമ്മൾ R3 മൈനസ് ഇവിടെ നമുക്ക് എങ്ങനെ കൊടുക്കാം, 3/2 എന്ന് കൊടുക്കാം. 3/2 എന്ന് കൊടുക്കുമ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ആവും. സോ ദാറ്റ് വി വിൽ ബി ഗെറ്റിംഗ് 3 മൈനസ് 3 എന്ന ആൻസർ ആയിരിക്കും വരുന്നത്. സോ R3 ഇസ് റീപ്ലേസ്ഡ് വിത്ത് R3 മൈനസ് 3/2 R1 എന്ന കാൽക്കുലേഷൻ കൊടുക്കുക. അന്നേരം നമ്മുടെ കാൽക്കുലേഷൻ എന്തായിരിക്കും വരുന്നത്, അതായത് 0 1/2, അതായത് 5 മൈനസ് 3/2 ആണ് വരുന്നത്. സോ 5 മൈനസ് 3/2 ആകുമ്പോൾ that is you'll be getting 5 minus 3 into 3/2, so that 10 minus 9 that is equal to 1/2 അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേപോലെ ഇവിടെ തേർഡ് കാൽക്കുലേഷൻ ആൻസർ ഇസ് -5 വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് റോ വിട്ടേക്കണം, സെക്കൻഡ് റോ ഫിക്സ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് റോ ഫിക്സ് ചെയ്യുമ്പോൾ താഴെ ഒരു കാൽക്കുലേഷൻ മാത്രം വരുന്നുണ്ട്. അത് 0 ആക്കാൻ നമ്മൾ എന്താണ് കാൽക്കുലേഷൻ കൊടുക്കേണ്ടത്, 1/2 ആണ് വരുന്നത്. സോ therefore we have to make this term also 1/2. സോ R3 മൈനസ് 1/2 R2 എന്ന് കൊടുക്കുക. So that you will get the answer as 0 0 ഇവിടെ ലാസ്റ്റ് ടേം മൈനസ് 7/2. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻസ് എടുക്കുക. സോ റിവേഴ്സ് ഓർഡറിൽ R3 മൈനസ് 1/2നെ നമുക്ക് R3 പ്ലസ് 1/2, അതുപോലെ R3 മൈനസ് 3/2നെ R3 പ്ലസ് 3/2 R1, അതുപോലെ R2 മൈനസ് 2 R1 എന്നതിനെ R2 പ്ലസ് 2 R1 എന്ന് എടുക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത്, ഐഡൻറ്റിറ്റി മെട്രിക്സിലാണ് കൊടുക്കേണ്ടത്. കൺസിഡർ ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് of 3/3 order, that is 1 0 0 0 1 0 0 0 1. First calculation R3 plus 1/2 R1, that means it becomes, on adding this 1/2 becomes here, second row 1/2 ആവും. 0 plus 0 0 plus 1/2 1 plus 0, so 0 1/2 1. ഇനി അടുത്ത കാൽക്കുലേഷൻ R3 is replaced with R3 plus 3 R1. So R3 plus 3/2 R1. So ഇവിടെ എന്തായിരിക്കും വരുന്നത്, 0 plus 3/2 3/2 1/2 1. Again R2 plus 2 R1 എന്ന കാൽക്കുലേഷൻ. R2 plus 2 R1 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ സെക്കൻഡ് റോയ്ക്ക് മാത്രം 2 1 0, ബാക്കി രണ്ട് റോസും അതേപോലെ വരും. അങ്ങനെ നമ്മുടെ മെട്രിക്സ് LU നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് ദ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആൻഡ് ദിസ് വൺ ഇസ് ദ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അങ്ങനെ രണ്ട് മെട്രിക്സും എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യും. അതായത് എ മെട്രിക്സിനെ നിങ്ങൾക്ക് നമ്മൾ ചെയ്ത ആൻസർ കറക്റ്റാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഇഫ് യു വോണ്ട് കൺഫർമേഷൻ ദാറ്റ് വെദർ അവർ ആൻസർ ഇസ് കറക്റ്റ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, നമുക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ രണ്ട് മെട്രിക്സിനെയും ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് എ. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന 2 3 6 4 7 9 3 5 4 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആൻസർ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദിസ് ആൻസർ. ഇതാണ് വരുന്നതെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ദിസ് ആൻസർ ഇസ് കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇന്ന് 3 പ്രോബ്ലംസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. 2 3/3 മെട്രിക്സും ഒരു 4/4 മെട്രിക്സിൻ്റെ കാൽക്കുലേഷനുമാണ് LU decomposition നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ hope you could have understood this video. If you have any doubts, please give me a message. Thank you.